ഹലോ ഡിയേഴ്സ്, നമ്മുടെ ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളോട് 12:30 ലൈവ് അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള വീഡിയോസ് കൂടെ റെക്കോർഡ് ചെയ്തിട്ടേ ഞാൻ ഇവിടുന്ന് പോവുള്ളൂ എന്ന്. ഇപ്പോൾ സമയം കൃത്യം 3 മണി ആവാറായിട്ടുണ്ട്. പുലർച്ചെ 3 മണിക്കാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ച് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾ പറഞ്ഞിരുന്നു നമ്മുടെ ഏജിൻ്റെ പ്രോബ്ലംസ് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം. അതുപോലെ തന്നെ ഈ സംഖ്യ കണ്ടുപിടിക്കുന്ന ചോദ്യം, അതിൽ ഞങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അതൊന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഈ ഫ്രാക്ഷൻ്റെ ചോദ്യവും നിങ്ങൾ തന്നെയാണ് ലൈവിൽ ആവശ്യപ്പെട്ടത്. സാർ അതൊന്ന് റെക്കോർഡ് കോണ്ടൻ്റ് ആയിട്ട് തരണം, ഞങ്ങൾക്കത് വീണ്ടും കാണണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ട് ഞാനിതാ വീഡിയോ ആയിട്ട് വരികയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ ഇരുന്ന് കാണണം. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. നിങ്ങൾക്ക് ഇന്ന് കൃത്യം 7 മണിക്കാണ് നമ്മുടെ 100% ഷുവർ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ആ ലൈവ് നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യണം. എല്ലാ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വേണം വരാൻ. അടിപൊളിയായിട്ട് നമുക്കിന്ന് പഠിക്കണം. അതിലൊരു കോംപ്രമൈസും ഇല്ല. അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ട് നാളത്തെ എക്സാമിൽ നമുക്ക് ഫുൾ മാർക്ക്, മാത്സിൽ ഫുൾ മാർക്ക് തന്നെ നേടിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ അവസാനം വരെ കണ്ടിന്യൂസ് ആയിട്ട്, അല്ലാതെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമ്മളിതാ പഠിക്കാൻ പോവാണ്. യെസ്, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? തുടങ്ങുകയാണ്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏരിയ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്കിതിന് പേര് കൊടുക്കാം, ABCD. ഓക്കെ, ഈ ഡയഗണൽസ് കൂട്ടിമുട്ടുന്ന പോയിന്റിന് ഞാൻ P എന്നും പേര് കൊടുക്കുന്നു. ഓക്കെ, ABCD ഓക്കെ, ഇവിടെ ABD എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഈ 2 ട്രയാങ്കിൾസിൻ്റെ ഏരിയ മക്കൾക്ക് തന്നിട്ടുണ്ട്. ഇത് 10 ആണ്, ഇത് 20 ആണ്. ശരിയല്ലേ? 10ഉം 20ഉം. അങ്ങനെയാണെങ്കിൽ മക്കളെ പഠിച്ചു വെച്ചോ. ഇൻ കേസ് നിങ്ങളോട് ചോദിക്കുകയാണ് DPയും അതുപോലെ PBയും തമ്മിലുള്ള റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ, പിടിച്ചേ, DPയും PBയും തമ്മിലുള്ള റേഷ്യോ ചോദിച്ചാൽ DPൻ്റെ സൈഡിലുള്ള ട്രയാങ്കിളുടെ ഏരിയ എത്രയാ? 10. PBൻ്റെ സൈഡിലുള്ള ട്രയാങ്കിളുടെ ഏരിയ 20 ആണല്ലോ. അതായത് DP സൈഡായിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ 10, PB സൈഡായിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ എത്രയാ? 20. അപ്പോൾ ആ റേഷ്യോ തന്നെ എഴുതിയാൽ മതി, 10:20. 10:20. 10:20 എന്ന് പറഞ്ഞാൽ അതിനെ 2നെയും 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1:2 ആണ്. 1:2. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾക്ക് 2 ട്രയാങ്കിൾസ് കാണാം. സ്പൈഡർമാൻ്റെ കണ്ണ് പോലെ 2 ട്രയാങ്കിൾ, അഥവാ മഹീന്ദ്രൻ്റെ ചിഹ്നം പോലെ 2 ട്രയാങ്കിൾ. മക്കളെ, ട്രപ്പീസിയമാണ് കേട്ടോ ഇത്. ശരിയല്ലേ? അതിനകത്ത് വരുന്ന ഇങ്ങനെയുള്ള 2 ട്രയാങ്കിളിന് സെയിം ഏരിയ ആയിരിക്കും. ഇത് 10 ആണെങ്കിൽ മക്കൾ പഠിച്ചു വെച്ചോ, ഇപ്പുറത്തുള്ളതും 10 സെൻറ്റിമീറ്റർ സ്ക്വയർ തന്നെയാണ്. ഇപ്പുറത്തുള്ളത് 10 ആണെങ്കിൽ മക്കൾ നോക്ക്, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 10 ആണെങ്കിൽ ഇതിൻ്റെ ഏരിയയും 10 തന്നെയാണ്. ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമുക്കറിയാത്തത് ഒരൊറ്റ ട്രയാങ്കിളിൻ്റെ ഏരിയ ആണ്, ഈ ട്രയാങ്കിൾ. അത് എക്സ് ആണെന്ന് നമ്മൾ എടുക്കുന്നു. നമുക്കറിയില്ല, അറിയാത്തത് നമ്മൾ എക്സ് ആണെന്ന് എടുക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾ നോക്ക്, DPൻ്റെ സൈഡിൽ എക്സ് വന്നു, PBൻ്റെ സൈഡിൽ 10 വന്നു. ശരിയല്ലേ? സോ നമുക്ക് എന്ത് പറയാം? സിമ്പിളാണ്. x/10 = DP/PB. DP/PB എന്ന് പറയുന്നത് 1/2 ആണ്. x/10 = 1/2. ഓക്കെ ആണോ? x/10 = 1/2 എന്ന് നമുക്ക് കിട്ടും. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? സിമ്പിളാണ്. 2നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാ 10 കിട്ടുക? 5 കൊണ്ട്. ശരിയല്ലേ? ഇൻറ്റു 5 ചെയ്താൽ. അതുകൊണ്ട് തന്നെ 1നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എക്സ് കിട്ടും. സോ എക്സ് എന്ന് പറയുന്നത് എത്രയാ? 5 സെൻറ്റിമീറ്റർ സ്ക്വയർ. എക്സ് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണെന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സെറ്റാണോ? അപ്പോൾ എക്സ് 5 ആണ്. അപ്പോൾ നിങ്ങളോട് ചോദിച്ച ട്രപ്പീസിയത്തിൻ്റെ ഏരിയ ആണ്. ഒന്ന് 20, മറ്റേത് 10, അടുത്തതും 10, പിന്നെ 5. സോ ടോട്ടൽ 45 സെൻറ്റിമീറ്റർ സ്ക്വയർ. 45 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ ആണല്ലോ.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. ഇവിടെ നമ്മളിത് പേര് കൊടുക്കുക, സെയിം പരിപാടി. ABCD പോയിന്റിന് P. ഓക്കെ ആണോ? ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് സ്പൈഡർമാൻ്റെ കണ്ണ് പോലെ, ട്രപ്പീസിയത്തിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ സ്പൈഡർമാൻ്റെ കണ്ണ് പോലെയുള്ള രണ്ട് ട്രയാങ്കിളിനും സെയിം ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ അത് രണ്ടും എക്സ് ആണെന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം? DP/PB. നോക്കണേ, DP/PB എന്ന് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചോ, DP എന്ന് പറയുന്ന വര, ഞാൻ ഈ ഒരു വര നോക്കിയാൽ മതി. DPയും അതുപോലെ PBയും. ഓക്കെ, DP/PB എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ മക്കളെ? അതിൻ്റെ ഇടത് ഭാഗത്തുള്ള രണ്ട് ട്രയാങ്കിളുടെ ഏരിയ എത്രയാ? ഇപ്പുറത്ത് എക്സ്, ഇപ്പുറത്ത് 9. ശരിയല്ലേ? വലത് ഭാഗത്തുള്ള ട്രയാങ്കിളുടെ ഏരിയ നോക്ക്, ഇപ്പുറത്ത് 4, ഇപ്പുറത്ത് എക്സ്. ശരിയല്ലേ? ഇടത് ഭാഗത്തുള്ള രണ്ട് ട്രയാങ്കിളുടെ ഏരിയ x/9, വലത് ഭാഗത്തുള്ളത് 4/x. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? x/9 is equal to 4/x. x/9 is equal to 4/x എന്ന് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ ആണോ? x/9 is equal to 4/x. ഇതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ x × x, x², 4 × 9, 36. ശരിയല്ലേ? 4 × 9 36. അങ്ങനെയാണെങ്കിൽ x എത്രയാ? x² 36 ആണെങ്കിൽ x എന്ന് പറയുന്നത് √36, അതായത് 6 സെന്റിമീറ്റർ സ്ക്വയർ. 6 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. അപ്പോൾ x എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ ലംബകത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4 + 9 + 6 + 6, 6 × 6 12, 12 × 9 21, 4 25 സെന്റിമീറ്റർ സ്ക്വയർ. 25 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. സെറ്റല്ലേ? യെസ്. അപ്പോൾ അടുത്ത ചോദ്യം. ഇപ്പോൾ ഞാൻ പേര് പറയാണ്, PQR. ഈ PQR എന്ന് പറയുന്നത് ABC എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ മിഡ് പോയിന്റ് ആണ്, വശങ്ങളുടെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, പിയും ക്യൂവും ആറും എന്താണ്? സൈഡുകളുടെ മിഡ് പോയിന്റ് ആണ്. ഇനി നിങ്ങളോട് പറയാണ് ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ ABCൻ്റെ ചുറ്റളവ് നിങ്ങൾക്ക് തരാണ്. ഇതിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ. ABCൻ്റെ പെരിമീറ്റർ 32 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും PQRൻ്റെ ചുറ്റളവ് എത്രയാണെന്ന്. എന്താ ചോദിക്കുക? ട്രയാങ്കിൾ PQRൻ്റെ ചുറ്റളവ് ചോദിക്കും. എങ്ങനെ ചെയ്യും? ഒന്നും നോക്കണ്ട. ABൻ്റെ പകുതിയാണ്. നമുക്കറിയാം ഇവിടെ RQ എന്ന് പറയുന്നത് ABൻ്റെ പകുതിയാണ്. കാരണം എന്താ? ആറും ക്യൂവും മിഡ് പോയിന്റ്. ശരിയല്ലേ? ഇതുപോലെ ചെറിയ ട്രയാങ്കിളിന്റെ സൈഡുകളെല്ലാം വലിയ ട്രയാങ്കിളിന്റെ സൈഡിന്റെ പകുതിയാണെന്ന് നമുക്കറിയാം. ശരിയല്ലേ? ചെറിയ ട്രയാങ്കിളിന്റെ സൈഡെല്ലാം വലിയ ട്രയാങ്കിളിന്റെ സൈഡിന്റെ പകുതിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ചെറിയ ട്രയാങ്കിളിന്റെ ചുറ്റളവ് ചോദിച്ചാൽ വലുതിന്റെ ചുറ്റളവിന്റെ പകുതി, 32ന്റെ പകുതി 16 സെന്റിമീറ്റർ സ്ക്വയർ. ഇല്ല, സെന്റിമീറ്റർ. 16 സെന്റിമീറ്റർ. സെറ്റല്ലേ? ഇനി ഉള്ളിലുള്ളതാണ് ചോദിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെയും ചോദ്യം വരാം. ഉള്ളിലുള്ളത് ചോദിച്ചിട്ട് പുറത്തുള്ളത് എഴുതാൻ പറയും. അങ്ങനെയും ചോദിച്ചൂടെ? ഇപ്പോൾ QR എന്ന് പറയുന്നത്, മക്കളോട് പറയാണ്, QR എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ AB എത്രയാ? 4ന്റെ ഡബിൾ 8 സെന്റിമീറ്റർ. ശരിയല്ലേ? 4 ആണെങ്കിൽ AB എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ. ഉള്ളിലുള്ള ട്രയാങ്കിളിന്റെ ചുറ്റളവ് നിങ്ങളോട് പറയാണ്. ഇപ്പോൾ PQRന്റെ ചുറ്റളവ് 50 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ വലിയ ട്രയാങ്കിളിന്റെ ചുറ്റളവ് എത്രയാ? 50ന്റെ ഇരട്ടി. ABCന്റെ ചുറ്റളവ് ഇതിപ്പോൾ 50 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഇത് 100 ആയിരിക്കും. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? ഇനി ഇതിൽ നിന്ന് തന്നെ ഈ ഭാഗത്ത് നിന്ന് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടെ വരാം. ഇപ്പോൾ വലിയ ട്രയാങ്കിളിന്റെ വലിയ ട്രയാങ്കിൾ ABC, ഓക്കെ,
പി ക്യു ആർ. ട്രയാങ്കിൾ എ ബി സിന്റെ പരപ്പളവ് അഥവാ ഏരിയ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. 100 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ ഇതിലുള്ള ചെറിയ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് 100/4 ചെറിയ ട്രയാങ്കിൾസ് അല്ലേ ഉള്ളത്? 4 ചെറിയ ട്രയാങ്കിൾസ് അല്ലേ? ഈ 4 തുല്യ ത്രികോണങ്ങളാണ്. ഈ 4 തുല്യ ത്രികോണങ്ങളാണ്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 25 ആയിരിക്കും. ഏരിയ 25. എല്ലാത്തിന്റെ ഏരിയയും 25. ഓക്കെ ആണല്ലോ? 4 എണ്ണത്തിന്റെ ഏരിയയും 25. ഇനി ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും, ഈ കാണുന്ന പാരലലോഗ്രാമിന്റെ ഏരിയ ചോദിച്ചാൽ, ശ്രദ്ധിക്കണേ, ഈ കാണുന്ന പാരലലോഗ്രാം ഞാൻ നീല കളറിൽ വരച്ച് വെച്ചിട്ടുണ്ട്. അതിന്റെ ഏരിയ എത്രയാ? 2 ട്രയാങ്കിളുടെ ഏരിയ. അത്രയാ? 2 ട്രയാങ്കിളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ 25 50. ഇനി നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, ഈ ട്രപ്പീസിയത്തിന്റെ ഏരിയ ചോദിച്ചാൽ 25 3 × 25 75 ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സിമ്പിളായിട്ട് സെറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പം അത് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഏജ് പ്രോബ്ലം നമുക്ക് നോക്കാം. റഹീമുണ്ട് രാമുണ്ട്, 2 ആളുകൾ. അവരുടെ ഇപ്പോഴുള്ള വയസ്സ്, റഹീമിന് ഇപ്പോൾ വയസ്സ് എക്സ്, രാമുവിന് ഇപ്പോൾ വയസ്സ് വൈ. ഓക്കെ, ഇപ്പോൾ റഹീമിൻ്റെ വയസ്സ് എക്സ്, രാമുവിൻ്റെ വയസ്സ് വൈ. 4 years ago, 4 വർഷം മുമ്പ് റഹീമിൻ്റെ വയസ്സ് എത്രയാ? എക്സ് -4. രാമുവിൻ്റെ വയസ്സ് വൈ -4. എക്സ് -4ഉം വൈ -4ഉം. ഇനി ആഫ്റ്റർ 2 years ആണ് ക്വസ്റ്റ്യനിൽ പിന്നെ പറയുന്നത്. 2 വർഷത്തിന് ശേഷം, ആഫ്റ്റർ 2 years, 2 വർഷത്തിന് ശേഷം റഹീമിൻ്റെ വയസ്സ് എത്ര മാറും? റഹീമിൻ്റെ വയസ്സ് എക്സിൽ നിന്ന് 2 കൂടും, x+2 ആകും. രാമുവിൻ്റെ വയസ്സ് വൈ എന്നുള്ളത് y+2 ആകും. ശരിയല്ലേ? ആണ്. ഇനി നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ള ക്ലൂ എന്താണെന്ന് നോക്കാം. 4 വർഷം മുമ്പ് രാമുവിൻ്റെ പ്രായത്തിൻ്റെ 3 മടങ്ങായിരുന്നു റഹീമിൻ്റെ പ്രായം. റഹീംസ് ഏജ് വാസ് 3 times രാമുസ് ഏജ്. 4 വർഷം മുമ്പത്തെ കഥയാണെന്ന് ഓർക്കുക. 4 വർഷം മുമ്പ് റഹീമിൻ്റെ പ്രായം എക്സ് -4, ദാറ്റ് ഈസ് ഈക്വൽ ടു രാമുവിൻ്റെ പ്രായം y -4, അതിനെ 3 കൊണ്ട് ഗുണിക്കണം. 3 × y -4, എക്സ് -4 is equal to 3 × y, 3y, 3 × 4, നോക്കണേ, 3 × 4 12, 3y -12. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ചെയ്ത് നോക്ക്. ഈ 3y ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് -3y, എന്താണ്? എക്സ് -3y, ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ എന്താ ഉള്ളത്? -12, -4 ഇങ്ങോട്ട് വരുമ്പോൾ +4 ആകും. -4 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ +4 ആകും. ഓക്കെ, -12 +4, എക്സ് -3y is equal to -12 +4, അതായത് 4 -12, 4 ന്ന് 12 കുറച്ചാൽ -8. ഇതാണ് നമ്മളുടെ ആദ്യത്തെ ഇക്വേഷൻ. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ. x -3y is equal to -8. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടാക്കുന്നു. രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിക്കോ. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. അതായത് 2 വർഷം കഴിയുമ്പോൾ റഹീമിൻ്റെ പ്രായം x+2 ആണ്. ശരിയല്ലേ? ഇപ്പോഴുള്ള വയസ്സ് x ആണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ 2 വയസ്സ് കൂടും. അപ്പോൾ x+2 ആണ്. x+2 is equal to 2 × രാമുവിൻ്റെ വയസ്സോ y+2. 2 × y+2. സോ x+2 is equal to 2 × y, 2y, 2 × 2 4, 2y + 4. ആ 2y എന്ന് പറയുന്നത് ഈ സൈഡിലേക്ക് വരുമ്പോൾ അതെന്താകും? x - 2y. ശരിയല്ലേ? ഇപ്പുറത്ത് ആരുണ്ട്? 4. 2 ഇങ്ങോട്ട് വരുമ്പോൾ +2 ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ അതെന്താകും മക്കളെ? -2 ആകും. ശരിയല്ലേ? സിമ്പിൾ. x
മൈനസ് 2y is equal to 4 minus 2, that is 2. 4 minus 2, 2 ആണ്. ഇതാണ് നമ്മളുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷൻ അങ്ങോട്ട് എടുത്ത് എഴുതുക. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻസും എടുത്ത് അങ്ങോട്ട് എഴുതുക. എക്സ് മൈനസ് 2y എന്ന് പറയുന്നത് 2 ആണ്. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. എക്സ് മൈനസ് 3y എന്ന് പറയുന്നത് -8 ആണ്. ഇവിടെ നോക്കുക, എക്സിൻ്റെ ചിഹ്നം സെയിം ആണ്. എക്സിൻ്റെ ചിഹ്നം സെയിം ആണ്. എക്സ് നിന്ന് എക്സ് കുറച്ചാൽ 0. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സോ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത്. എക്സ് നിന്ന് എക്സ് കുറച്ചാൽ 0. ഇനി അടുത്ത നോക്ക്, -2y നിന്ന് നിങ്ങൾ എന്താ സബ്ട്രാക്ട് ചെയ്യുന്നത്? -3y. അതായത് -2y, മൈനസും മൈനസും കൂടെ പ്ലസ് ആകും, +3y. അതായത് 3y മൈനസ് 2y എന്ന് പറയുന്നത് y എന്ന് നിങ്ങൾക്ക് കിട്ടും. ശരിയല്ലേ? -2y മൈനസ് -3y, അതെന്താണ്? +y. 2 മൈനസ് -8, അതായത് 2 + 8 10 എന്ന് കിട്ടും. എക്സ് എന്ന് പറയും, y എന്ന് പറയുന്നത് 10 ആണെന്ന് നിങ്ങൾക്ക് കിട്ടും. y 10 ആണെങ്കിൽ മക്കളെ, y 10 ആണെങ്കിൽ നിങ്ങൾ പറ, y 10 ആണെങ്കിൽ എക്സ് എത്രയാ? y 10 ആണെങ്കിൽ എക്സ് എത്രയാ? പറ. y എന്ന് പറയുന്നത് 10 ആണെങ്കിൽ എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം, എക്സ് മൈനസ് 2y എന്ന് പറയുന്നത് 2 ആണ്. എക്സ് മൈനസ് 2y, y 10 ആയതുകൊണ്ട് 2y എന്ന് പറയുന്നത് 2 × 10. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2. എക്സ് മൈനസ് 2 × 10 20, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. എക്സ് മൈനസ് 20 എന്ന് പറയുന്നത് 2 ആണെങ്കിൽ എക്സ് എത്രയാ? 2 മൈനസ് 20 ഇങ്ങോട്ട് വരുമ്പോൾ +20, 2 + 20 22. എക്സ് 22. അതായത് എക്സ് എന്ന് പറയുന്ന റഹീമിൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ്. റഹീമിന് ഇപ്പോൾ വയസ്സ് 22, രാമുവിന് ഇപ്പോൾ വയസ്സ് 10. ഓക്കെ, 22 വർഷവും അതുപോലെ തന്നെ 10 വർഷവും. സെറ്റാണോ? സെറ്റാണോ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? പഠിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചോ. ഒരു സംഖ്യയുടെ 4 മടങ്ങ്, സംഖ്യ നമുക്കറിയില്ല എക്സ്, സംഖ്യയുടെ 4 മടങ്ങ് 4x, മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങും കൂട്ടിയപ്പോൾ മറ്റൊരു സംഖ്യ y, അതിൻ്റെ 3 മടങ്ങ് 3y, 2y അല്ല 3y കൂട്ടിയപ്പോൾ 43. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ, ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങ്, അതിൽ നിന്ന് ആദ്യത്തെ സംഖ്യയുടെ 3 മടങ്ങിൽ നിന്ന് രണ്ടാമത്തെ സംഖ്യയുടെ 2 മടങ്ങ് കുറച്ചപ്പോൾ എത്ര കിട്ടി? 11 കിട്ടി. ഓക്കെ ആണല്ലോ? 2 times the second number subtracted from 3 times first number gives 11 എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാം. സോ ഇതാണ് എൻ്റെ ഒന്നാമത്തെ ഇക്വേഷൻ, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഈ രണ്ട് ഇക്വേഷനിലും എക്സിൻ്റെയും വൈൻ്റെയും എണ്ണം സെയിം ആണോ? അല്ല, എണ്ണം സെയിം അല്ല. അപ്പോൾ സെയിം ആക്കണം. നമുക്ക് വൈൻ്റെ എണ്ണം സെയിം ആക്കുന്നതാണ് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് ചെയ്യാം. കാരണം 3ഉം 2 ആണ്. അപ്പോൾ നമുക്ക് LCM അറിയാം, 6 ആണ്. ശരിയല്ലേ? 3 2 6. അപ്പോൾ 6 എണ്ണാക്കി മാറ്റാം. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നേ, സിമ്പിളാണ്. നോക്കിക്കോ, ഇവിടെ 3 അല്ലേ? ഇവിടെ 3 y ഉണ്ട്, ഇവിടെ 2 y ഉണ്ട്. ഓക്കെ, ഞാൻ ചെയ്യുന്ന നോക്ക്, ഒന്നാമത്തെ ഇക്വേഷനെ ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഒന്നാമത്തെ ഇക്വേഷനെ ആ 3 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെയോ രണ്ടാമത്തെ ഇക്വേഷനെ നിങ്ങൾക്ക് തെറ്റിപ്പോകാതിരിക്കാൻ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, തെറ്റിപ്പോകാതിരിക്കാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. രണ്ടാമത്തെ ഇക്വേഷനെ നിങ്ങൾ ആരെ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഒന്നാമത്തെ ഇക്വേഷനെ 3 കൊണ്ടല്ല, പകരം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നാമത്തെ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷനിലെ വൈൻ്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നാമത്തെ ഇക്വേഷനെ രണ്ടാമത്തെ ഇക്വേഷനിലെ വൈൻ്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷനെ ഒന്നാമത്തെ ഇക്വേഷനിലെ വൈൻ്റെ എണ്ണം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഈ 3 കൊണ്ട് രണ്ടാമത്തെ ഇക്വേഷനിലുള്ള എല്ലാവരെയും ഗുണിക്കുക.
അപ്പോൾ എന്ത് കിട്ടും? ഒന്നാമത്തെ ഇക്വേഷനിലെ എല്ലാവരെയും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 4x എന്ന് പറയുന്നത് 8x ആകും, 3y എന്ന് പറയുന്നത് 6y ആകും, 43 എന്ന് പറയുന്നത് 86 ആകും. സെറ്റ്. ഇനി രണ്ടാമത്തെ ഇക്വേഷനെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 9x മൈനസ് 6y ഈക്വൽ ടു 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 33. നോക്ക്, ഇപ്പോൾ വൈൻ്റെ എണ്ണം എന്ന് പറയുന്നത് മക്കൾ നോക്കടാ. യെസ്, പ്ലസ് 6y മൈനസ് 6y. എണ്ണം സെയിം ആണ്, ചിഹ്നം സെയിം ആണോ? അല്ല. സെയിം അല്ലെങ്കിൽ നമ്മൾ എന്താക്കും? ഇതിന് നമ്പർ ഇടുക. ഇത് 3, ഇത് 4. ഇക്വേഷന് നമ്പർ ഇടുക. മൂന്നാമത്തെ ഇക്വേഷനും നാലാമത്തെ ഇക്വേഷനും കൂടെ കൂട്ടുകയാണ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാ? ചിഹ്നം ഡിഫറൻ്റ് ആണെങ്കിൽ കൂട്ടണം. 8xും 9xും കൂട്ടിയാൽ എത്രയാ? 17x. ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോ. 86 33 119. അപ്പോൾ എക്സ് എത്രയാ? 119 ഡിവൈഡഡ് ബൈ 17. മക്കളെ, 7നെ ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചാലാ 9 അവസാനിക്കുക? 7 ഉണ്ട്. സോ നിങ്ങൾ വെറുതെ ഒന്ന് 7 കൊണ്ട് ഗുണിച്ച് നോക്ക്, 119 തന്നെ കിട്ടും. സോ ദ എക്സ് എന്ന് പറയുന്നത് 7 ആണെന്ന് നമുക്ക് കിട്ടി. എക്സ് 7 ആണെന്ന് നമുക്ക് കിട്ടി. അടുത്ത കാര്യം, നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ട് 4x പ്ലസ് 3y ഈസ് ഈക്വൽ ടു 43. ഇവിടെ എക്സ് 7 ആണ്. സോ 4 × 7 പ്ലസ് 3y ഈസ് ഈക്വൽ ടു 43. 4 × 7 28. 28 പ്ലസ് 3y ഈസ് ഈക്വൽ ടു 43. അപ്പോൾ 3y എത്രയാ? 43 മൈനസ് 28, അതായത് 15. ശരിയല്ലേ? 3y എന്ന് പറയുന്നത് 15 ആണെന്ന് കിട്ടും. അതിൽ നിന്ന് നമുക്ക് y എത്രയാന്ന് പറയാ? 15 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. y എന്ന് പറയുന്നത് 5 ആണ്. 7ഉം 5ഉം ഓക്കെ ആണല്ലോ, സെറ്റാണല്ലോ. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞാൽ ഈ വീഡിയോ കഴിഞ്ഞു, ക്ലാസ് കഴിഞ്ഞു. സെറ്റാണോ? ഈ ക്ലാസ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഓക്കെ, നമ്മൾ 3 മണിക്കാണ് റെക്കോർഡ് ചെയ്ത് തുടങ്ങിയത്. 3:15 ആയിട്ടുണ്ട്. ഏകദേശം 3 മണി, ഒരു 20 മിനിറ്റോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. 3 മണിയല്ല, 2:55 റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയത്. യെസ്, 3:15 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ചോദ്യം റെഡി ആണല്ലോ? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഇംഗ്ലീഷ് മീഡിയം എൻ്റെ സ്ലൈഡിൽ ആഡ് ചെയ്യുന്നതിൽ വിട്ടുപോയിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു ഫ്രാക്ഷൻ 3/7 അതിൻ്റെ ഛേദത്തോട് ഡിനോമിനേറ്ററിനോട് 2 ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും 3/9. അതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തേ, ലഘൂകരിച്ചേ. സിംപ്ലിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 3/9 എന്ന് പറഞ്ഞാൽ മുകളിലും താഴെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആൻസർ ഈസ് 1/3. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. അതെല്ലാവർക്കും അറിയാം. അത് ഒന്നുമില്ല, 6ാം ക്ലാസ്സിലെ മാത്സ്. ഇനി ഒരു ഫ്രാക്ഷൻ്റെ എന്താണ് ന്യൂമറേറ്റർ? ഫ്രാക്ഷൻ എന്ന് പറയുന്നത് x/y. ലെറ്റ് x/y ബി ദ ഫ്രാക്ഷൻ. x/y ആണ് നമ്മളുടെ ഫ്രാക്ഷൻ എന്ന് നമ്മൾ എടുക്കുന്നു. x/y ഒരു ഭിന്നസംഖ്യയായാൽ അതിൻ്റെ ന്യൂമറേറ്ററിനോട് ഞാൻ 6 ആഡ് ചെയ്താൽ അത് എത്രയാവും? 1/2 ആവും. 1/2. അപ്പോൾ 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 2 × x + 6 ഈസ് ഈക്വൽ ടു 1 × y. ഓക്കെ ആണോ? 2 × x 2x, 2 × 6 12, ദാറ്റ് ഈസ് ഈക്വൽ ടു y. 2x + 12 ഈസ് ഈക്വൽ ടു y എന്ന് നിങ്ങൾക്ക് കിട്ടും. എന്താ കിട്ടിയിട്ടുള്ളത്? 2x + 12 ഈസ് ഈക്വൽ ടു y. അതിൽ നിന്ന് y സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 2xൻ്റെ സൈഡിലേക്ക് y വരുമ്പോൾ y മൈനസ് y പ്ലസ് 12 ഇങ്ങോട്ട് പോകുമ്പോൾ -12. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. സെറ്റല്ലേ? ഇനി ക്വസ്റ്റ്യൻ പറയുന്നു, ഡിനോമിനേറ്ററിനോട് 7 കൂട്ടിയപ്പോൾ x/y-നോട് നമ്മൾ 7 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് കിട്ടിയടാ? നമുക്ക് കിട്ടിയിട്ടുള്ളത് 1/3 ആണ്. 1/3. അപ്പോൾ നമ്മൾ ഇത് അക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 3 × x 3x, 1 × y + 7, അതിൽ നിന്ന് 3x മൈനസ് y ഈസ് ഈക്വൽ ടു 7. ഇതാണ് എൻ്റെ സെക്കൻഡ് ഇക്വേഷൻ. 3x - y ഈസ് ഈക്വൽ ടു 7. ഇതാ ഞാൻ ആ 2 ഇക്വേഷനും എടുത്തെഴുതും. 3x - y ഈസ് ഈക്വൽ ടു 7, 2x - y ഈസ് ഈക്വൽ ടു നോക്കുക -12. ഓക്കെ ആണല്ലോ? ഇവിടെ വൈൻ്റെ മുന്നിലുള്ള ചിഹ്നം സെയിം ആണ്.
എണ്ണവും സെയിം ആണ്. സോ വൈനെ പുറത്താക്കാം. 3x എന്ന് സെയിം ആണെങ്കിൽ കുറച്ചാൽ മതി. 3x എന്ന് 2x കുറച്ചാൽ എക്സ്. 7 മൈനസ് ആരെയാ കുറയ്ക്കുന്നത്? -12നെ. ശരിയല്ലേ? -12. അതായത് 7 + 12 ദാറ്റ് ഈസ് ഈക്വൽ ടു 19 അല്ലേ? എക്സ് 19 ആണ്. അപ്പോൾ നമുക്ക് എന്തറിയാം? 3x മൈനസ് y എന്ന് പറയുന്നത് 7 ആണെന്ന് നമുക്കറിയാം. 3x എക്സ് എന്ന് പറയുന്നത് 19 ആണെങ്കിൽ 3 × 19 മൈനസ് y ഈസ് ഈക്വൽ ടു 7. 57 മൈനസ് y ഈസ് ഈക്വൽ ടു 7. 57 നിന്ന് y കുറച്ചാൽ 7 കിട്ടും. അപ്പോൾ y എത്രയാ? 50. ശരിയല്ലേ? 57 നിന്ന് 50 കുറച്ചാലല്ലേ 7 കിട്ടുക? ശരിയല്ലേ? ശരിയല്ലേ? അതിൽ ആർക്കാ സംശയമുള്ളത്? 57 നിന്ന് ഒരു നമ്പർ കുറച്ചാൽ നിങ്ങൾക്ക് 7 കിട്ടുമെങ്കിൽ ആ നമ്പർ ഏതാ? 50. സെറ്റാണല്ലോ. y 50 ആണ്. എക്സ് 19 ആണ്. എക്സ് എന്ന് പറയുന്നത് 19. സോ നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു 19/50. x/y എന്ന് പറയുന്ന ഫ്രാക്ഷൻ എന്താണ്? 19/50. സോ നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളോടുള്ള ചോദ്യം എന്ന് പറയുന്നത് വളരെ ലളിതമായ ചോദ്യമാണ്. 4/48 എന്ന് പറയുന്ന ഫ്രാക്ഷനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യുക, ലഘൂകരിച്ചിട്ട് അതിനെ എഴുതുക. അത്രയേ ഉള്ളൂ. സിംപ്ലിഫൈ ചെയ്ത് എഴുതിയാൽ മതി. 4/48 അതിനെങ്ങനെയാണ് ലഘൂകരിച്ച് എഴുതേണ്ടത്? അതാണ് നിങ്ങളോടുള്ള ചോദ്യം. അതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടിപൊളിയായിട്ട് വീണ്ടും കാണാം. ഇന്ന് കൃത്യം 7 മണിക്കാണ് നമ്മുടെ ലൈവ്. എല്ലാവരും വരിക, അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. ബൈ.